അതായത് ഈ വിസറൽ ഫാറ്റ് ഉരുകാനുള്ള സാധ്യത നമ്മൾ ഫാസ്റ്റിങ്ങിലൂടെ കൊടുക്കുക. തിൻ ഔട്ട്സൈഡ് ഫാറ്റ് ഇൻസൈഡ് എന്ന്, അത് സാറ്റ് എന്ന് പറയും. 1994 ശേഷമാണ് ഗവേഷണം കണ്ടെത്തിയത്. ഇഞ്ചുറീസ്, നമ്മളുടെ ആർട്ടറീസിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ, അത് അധികം ആരും ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാത്തതാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഹാർട്ട് ഡിസീസസ് ഒരുപാട് കാണുന്നുണ്ട്, അതായത് ജിമ്മിൽ കുഴഞ്ഞു വീഴുക. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഇടയായിട്ട് കുറെ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണ രീതി തന്നെയാണ്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് കൂടുതലും, അതായത് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു അതിസങ്കരമാണ്. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യൻ ഇതിനകത്ത് നമ്മൾ കൂടുതലും എന്താണ്, മറ്റുള്ള രാജ്യങ്ങളെക്കാളും നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സിലാണ്. പക്ഷെ നമ്മളുടെ ഒരു കാലറി ബേണിംഗ് അത്രയും നടക്കുന്നുമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാറ്റ് എന്ന് പറയും, അതായത് വിസറൽ അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് എന്ന് പറയും. അതേസമയം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സുമോ ഗുസ്തിക്കാർക്ക് അധികം ഹൃദയരോഗങ്ങളില്ല എന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സാറ്റ് എന്ന് പറയും, അതായത് സബ്ക്യൂട്ടേനിയസ് അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് എന്ന് പറയും. അവരുടെ മുഴുവൻ കെട്ടിക്കിടക്കുന്നത് അവരുടെ തൊലിയുടെ താഴെയാണ്. നമ്മളുടെ മുഴുവൻ കിടക്കുന്ന ടോഫി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, അതായത് തിൻ ഔട്ട്സൈഡ് ഫാറ്റ് ഇൻസൈഡ് എന്ന്. ആ വ്യക്തി കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ഈ വ്യക്തിക്ക് കൊളസ്ട്രോളോ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, പക്ഷെ ആളുടെ വിസറൽ ഓർഗൻസിൽ ഫാറ്റ് ഉണ്ട്. അപ്പൊ ഈ വിസറൽ ഓർഗനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു കെമിക്കൽ, കുറെ അധികം കെമിക്കൽസ് ഉണ്ട്. അത് കൂടാതെ വരുന്ന ഒരു സ്പെസിഫിക്, അതായത് 1994 ശേഷമാണ് ഗവേഷണം കണ്ടെത്തിയത്. ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഹോർമോണിന്റെ പേരാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത്. ഈ ലെപ്റ്റിന് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഹാർട്ട് എയിൽമെന്റ്സ് എന്ന് പറയുക. അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ HDL കുറയ്ക്കാനായിട്ടുള്ള ഇത്, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് കൂട്ടാനൊക്കെ ഈ ലെപ്റ്റിൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ ലെപ്റ്റിൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഹൃദയരോഗത്തിന്റെ ഒരു കാരണം. അപ്പൊ വിസറൽ ഫാറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹൃദയരോഗത്തിന്റെ മൂല കാരണം. അത് ബിക്കോസ് ഓഫ് ദ നമ്മൾ മല പോലെ കഴിക്കുന്ന ചോറാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ ചോറ് കഴിക്കണ്ടെന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മളിത് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു മലയാളിയല്ലേ, നിങ്ങൾക്ക് എന്ത് അധികാരം ചോറിനെ പറ്റി പറയാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചീത്ത പറയും. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ പണ്ട് മുതൽക്കേ ശരിക്കും നമ്മുടെ പൂർവികരുടെ നോക്കിക്കഴിഞ്ഞാല് അവര് ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ അവർ ഈ കിഴങ്ങ്, താഴെ കിടക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങള്, പിന്നെ അവര് പട്ടിണിയായിരുന്നു. അപ്പൊ അവര് ചിലപ്പോൾ ഒരു നേരം കഴിക്കുന്നത്, നമ്മൾ എത്ര നേരം കഴിക്കുന്നത്? അപ്പൊ ഈ പറയുന്ന ആൾക്കാര് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ടോ? അതായത് നമ്മളുടെ നല്ല അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ഇത് അധികം പ്രശ്നമില്ല. പക്ഷെ നമ്മളുടെ അധ്വാനം കുറവും IT ഫീൽഡൊക്കെ ആണെങ്കിൽ അവർ ആ AC ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഒരു വർക്കൗട്ട് ചെയ്താലാണ് ഇത് കുറയുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ ഇതിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട്? നമ്മൾ ലിപ്പിഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിപ്പിഡ് പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയത് കൊണ്ട് മാത്രം. അപ്പൊ ചില ആൾക്കാരിൽ പലരും ഈ ഇപ്പൊ പറഞ്ഞില്ലേ, ജിമ്മിൽ കുഴഞ്ഞു വീഴുന്ന മരണങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവരുടെയൊക്കെ കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. പക്ഷെ എന്തുകൊണ്ട് അത് അവർക്ക് വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ലെപ്റ്റിന്റെ ബ്ലഡിലുള്ള അളവ് നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു കാര്യം. പിന്നെ പറയുന്ന ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോമോസിസ്റ്റീൻ. അത് അധികം ആരും ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കാത്തതാണ്. പക്ഷെ ഹോമോസിസ്റ്റീൻ നടന്നു കഴിഞ്ഞാൽ എന്തോരം ഇഞ്ചുറീസ്, നമ്മളുടെ ആർട്ടറീസിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവും എന്ന് പറയില്ല, അതായത് എൻഡോത്തീലിയൽ ഡാമേജ് എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ റോഡിൽ മുഴുവൻ നല്ല ടാറിട്ട റോഡും അതുപോലെ കുണ്ടും കുഴിയുള്ള റോഡിൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും കെട്ടിക്കിടക്കാൻ സാധ്യത? മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ള എൻഡോത്തീലിയൽ സെൽസിൽ എന്ത് പറ്റും? ഡെപ്പോസിറ്റ് വരും. അപ്പൊ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് വരുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ മിനിമൽ ആയിട്ട് വരും. അപ്പൊ ഈ എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഘടകം നിർണ്ണയിക്കാൻ പറ്റിയ ഒരു ടെസ്റ്റാണ് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുക. അതേപോലെ തന്നെ ഈ ഹോമോസിസ്റ്റീനെ കുറയ്ക്കാനായിട്ടുള്ള വേറൊരു ഇതെന്ന് പറയുന്ന ഒന്ന്, ഞാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്ന ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. അതായത് ഈ വിസറൽ ഫാറ്റ് ഉരുകാനുള്ള സാധ്യത നമ്മൾ ഫാസ്റ്റിങ്ങിലൂടെ കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസം ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് നല്ല രീതിയിലുള്ള ലോങ് ടേം ഒരു വിൻഡോ വയ്ക്കുക. അതായത് ഡിന്നർ ടു മോർണിംഗ് ഒരു ബ്രഞ്ചാക്കി കഴിക്കുക. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കൂടുതൽ പ്രോട്ടീൻസും വെജിറ്റബിൾ സാലഡും ഒക്കെ വൈകുന്നേരത്തേക്കാക്കുക. ഉച്ചയ്ക്ക് മാത്രം
ചോറ് കഴിക്കുക, രാവിലെ കാർബോഹൈഡ്രേറ്റ്സിന് പകരം പ്രോട്ടീൻ കഴിക്കുക. ഇങ്ങനെ ഒരു രീതിയിലുള്ള നല്ല ഒരു ഭക്ഷണ രീതി, അതുപോലെ നല്ല രീതിയിലുള്ള എക്സസൈസ് നമുക്ക് ഈ ഹൃദയരോഗങ്ങളെ മാറ്റാനായിട്ട് സഹായിക്കും.